നമസ്തേ, കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്, ശനിയാഴ്ച. ഞാൻ ഇന്ന് ഒരു പാചകം ഇടാൻ തന്നെയാണ് വച്ചേക്കണത്. പാചകം എന്ന് പറഞ്ഞാൽ പാചകം തന്നെ, നമുക്കത് ഒരു ദിവസത്തേക്കുള്ള പാചകമല്ല എന്ന് മാത്രം. നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കാം. ഇപ്പം ഏതായാലും ചക്കയുടെയും മാങ്ങയുടെയൊക്കെ കാലമാണല്ലോ. മാങ്ങ ധാരാളം നമ്മുടെ വീടുകളിലുണ്ടാകാം, ഒരു പക്ഷേ നാട്ടിൻപുറത്തും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ. അതല്ലാത്ത വെച്ചാൽ ധാരാളം പച്ചക്കറി കടകളിലൊക്കെ കിട്ടുമല്ലോ പലതരത്തിലുള്ള മാങ്ങ. കുഞ്ഞു കുഞ്ഞു നാട്ടുമാങ്ങകൾ, കണ്ണിമാങ്ങകൾ, മൂവാണ്ടൻ മാങ്ങകൾ അതിധാരാളം ഒക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി അങ്ങനെ കഴിഞ്ഞാൽ ഒരു മാസം കൂടി കഷ്ടിയിട്ട് കഴിയുമ്പോഴേക്കും നീലി മാമ്പഴം തിന്നാൻ നല്ല സ്വാദുള്ള മാമ്പഴം കേട്ടോ. ആ മാമ്പഴവും വരും. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവണം എന്നിട്ടാണ് തോന്നുന്നത്. പിന്നെ പ്ലെയൂരെന്നോ മൾഗോവാന്നോ ഉണ്ടെങ്കിലോ ചില മാമ്പഴങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഞാൻ ഇന്ന് മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലാകട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ടായാലും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വലിയ വലിയ മാവുകളുണ്ട് പറമ്പിൽ. വലിയ മാവുകളെന്ന് പറഞ്ഞാൽ കപ്പൽ മാവ്, നാട്ടുമാവ്, മൂവാണ്ടൻ മാവ്, സുന്ദരി മാവ്, കിടുക്കാച്ചി മാവ്, കിടുക്കാച്ചി മാവ്, അങ്ങനെയൊക്കെ പേരുകളുള്ള ഒരു കൂട്ടം മാവുകൾ ഇവിടെ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ വരുമ്പോൾ ചില മാവ് വലിയ വലിയ മാവുകൾ കണ്ടിട്ടുണ്ട് തൃക്കളത്തൂരുവാര്യത്തും. പക്ഷേ എൻ്റെ ഭവനത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കാറുള്ള മാങ്ങ ഉള്ള കാലത്ത് ഉണ്ടാക്കി മാങ്ങ കഴിയുമ്പോൾ എടുക്കാവുന്ന വിധത്തിലാക്കി സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു വിഭവത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, മാങ്ങ കുറച്ച് മാംസളമായിട്ടുള്ളൊരു നാട്ടുമാങ്ങയാണ്. കൊച്ചു മാമ്പഴമല്ല. അത് മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ട് അത് വേറൊരു തരമുണ്ട്. കണ്ണിമാങ്ങയൊക്കെ ഒടിക്കുന്നതും കൊച്ചു മാങ്ങകളായിട്ടുള്ളത് ധാരാളം തൊലി അങ്ങ് ചീന്തി മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് തരണം. ഇത് അങ്ങനത്തെ മാങ്ങയല്ല കേട്ടോ, നാട്ടുമാങ്ങ തന്നെ, പക്ഷെ കുറച്ച് വലുതാണ്, ഒന്ന് മാംസളമായ മാങ്ങ. അങ്ങനത്തെ മാങ്ങ പറിച്ച് മൂപ്പായതിന് ശേഷം, പഴുത്തിട്ടുണ്ടാവില്ല, മൂപ്പായതിന് ശേഷം, നാട്ടുമാങ്ങ തന്നെ നല്ല പുളിയുള്ളതാണല്ലോ. മാങ്ങ പഴുത്ത് മൂത്ത മാങ്ങ പറിച്ച് കഴുകി ഞെട്ട് ഒന്നങ്ങോട്ട് ചെത്തിക്കളയും. എന്നിട്ട് അങ്ങോട്ട് പൂളിയിട്ട് നീളപ്പാടെ വേഗം പൂളാൻ പറ്റും. കൊച്ചാക്കും ചെറുതാക്കും ഒന്നുമില്ല. ഒരു പള്ളപ്പൂള് അതിനെ ചിലപ്പോൾ ഒരു 3 അങ്ങോട്ട് കീറിയിടും. രണ്ട് വശത്തെ 2 സൈഡിലത്തെ പൂളും ഓരോ പൂളുകൾ. അപ്പോൾ ഒരു മാങ്ങയെ എത്ര കഷ്ണാക്കുന്നുണ്ട്? 3 6 2 8 കഷ്ണാക്കും. അതങ്ങനെ ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടിട്ട് അത് കുറച്ച് കൂടുതലുണ്ടാക്കും. ആ കൂടുതൽ ഉള്ള മാങ്ങകളൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് അതിൽ പിന്നെ ഒട്ടും തന്നെ ഇതൊന്നുമില്ല, വെറുതെ ഇട്ടിട്ടുള്ളൂ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടെ ഇങ്ങനെ കണ്ണാപ്പയ്ക്ക് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് വലിയ പനമ്പ് എന്നാണ് പറയുക. ഈ മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പനമ്പിൻ്റെ അകത്ത് അങ്ങോട്ട് ഇതാവും. അത് 2 തരത്തിലുള്ള പനമ്പുണ്ട്. ആ പനമ്പിൽ പിന്നെ ഒരു പായ ഇടും. ആ പായ നല്ല ഈ ഉണക്കാനൊക്കെ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന തരം പായകളുണ്ട്. മടക്കി അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാനുള്ളത്. ആ പായ അങ്ങോട്ട് ഇട്ടിട്ട് ഇത് കണ്ണാപ്പയ്ക്ക് കോരി ഇങ്ങനെ വെതറി അങ്ങോട്ട് ഇട്ടു മുറ്റത്ത് വെയിലത്ത്. ഉപ്പും മാങ്ങയും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഉണക്കി അങ്ങനെ അവിടെ വെച്ചിട്ട് അത് ചിലപ്പോൾ 2-3 വൈകുന്നേരം ആകുമ്പോൾ, കാലത്ത് ഒരു വെയിൽ കുതിച്ച് 9-9 ആകുമ്പോൾ അങ്ങോട്ട് വെയിലത്തേക്ക് ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ വെയിലൊക്കെ പോയി 4 മണിയാകുമ്പോൾ വീണ്ടും ആ പായ അങ്ങനെ തടുത്തു കൂട്ടി അതുകൊണ്ട് തന്നെ അവിടെ അടച്ചിടും. പിറ്റേ ദിവസം ആകുമ്പോൾ അങ്ങോട്ട് നിവർത്തും, കണ്ണാറയ്ക്ക് അങ്ങോട്ട് ചിക്കി ഇടും. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും മാങ്ങയൊക്കെ അങ്ങോട്ട് ചുങ്ങും. അപ്പോൾ അതുമ്പോൾ ഉപ്പ് പിടിച്ചിട്ട് ചുങ്ങിയിട്ടുണ്ടാകും. ഒരുമാതിരി ചുങ്ങി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തോന്നും ഒന്നും കൂടി അങ്ങനെ ഉറങ്ങിക്കോട്ടെ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ദിവസം കൂടെ അങ്ങോട്ട് വെയിലെത്തിടും. അതല്ല, അത്രയ്ക്ക് മതി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം അതങ്ങോട്ട് എടുത്തിട്ട് ചെയ്യുന്ന പണി എന്താണെന്ന് അറിയുമ്പോൾ വലിയൊരു ഉരുളിയിൽ അന്ന് കാലത്ത് ഈ അച്ചാർ പൊടിയൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വറുത്ത് പൊടിച്ച മുളക്, ഉലുവ, കായം ഇതെല്ലാം ഇടിച്ചിട്ട് എല്ലാം കൂടെ വറുത്തിട്ട് ഉരലിലിട്ടൊന്നും ഇടിക്കുക. അപ്പോൾ അത് അത്ര നല്ലോണം പൊടിച്ച് പൊടിയാക്കുകയൊന്നുമില്ല. ഇടയ്ക്കായിട്ട് കുരുവും കുറച്ച് തൊലി അങ്ങനെയൊക്കെ ആയിട്ടുള്ള മുളക് പൊടി, കായം വറുത്തിട്ട് വേറെ പൊടിച്ചത്, ഇത്തിരി ഉലുവ വളരെ കുറച്ചേ പാടുള്ളൂ.
ആ ഉലുവയും കൂടെ ഇടും. എന്നിട്ട് നല്ലോണം ഒരു കുറച്ച് എണ്ണ അങ്ങോട്ട് കൂടുതൽ ഒഴിക്കും. കഷ്ടിച്ചപ്പോൾ ആ കഷ്ണത്തിൻ്റെ അതനുസരിച്ച് അതൊന്ന് പിറളണം. ഇതിൽ എണ്ണയിലിട്ട് ഈ മുളകിലിട്ട് ഇളക്കാൻ പോവുകയാണ്. ഒന്ന് അതുമ്പോൾ പെരണ്ട് കിടക്കാൻ പാകത്തിന് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ എണ്ണ അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചിലപ്പോൾ അമ്മയോ വലിയമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ 5-6 കടുക് വാരിയിടണം. കറിവേപ്പിൻ്റെ ഇലയൊന്നും പതിവില്ല കേട്ടോ. ചിലപ്പോൾ കടുകൊന്നും ഇടില്ല. ഈ എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ ഈ മുളക് പൊടി അങ്ങോട്ട് ഇടും. അതാ കഴിഞ്ഞ് ഈ മാങ്ങ കുറേശ്ശെ അങ്ങോട്ട് ഇളക്കി അവിടെ വയ്ക്കും. തീയൊക്കെ നിർത്തും കേട്ടോ. എല്ലാം അവിടെ വയ്ക്കും. അന്ന് അവിടെ അടച്ചു വയ്ക്കും. പിറ്റേ ദിവസം ഒന്നുകൂടെ ഇളക്കുക. അപ്പോൾ ഈ എണ്ണ ഇതുമ്പോൾ എണ്ണയോടും മുളകും എല്ലാം കൂടെ പിടിച്ചിട്ട് അത് കുറേശ്ശെ കിനിക്ക് വരും. ഒന്ന് പെരണ്ട പോലെ. അവിടെയൊക്കെ പറയണത് അതിന് പറയാറ് എണ്ണ മാങ്ങ. നല്ല സ്വാദാട്ടോ. ഞങ്ങൾക്കൊക്കെ ചോറ് കൊണ്ടുപോകാൻ സ്കൂളിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് ഉപ്പിലിട്ടത് പിടുത്തില്ല. ഇന്ന് 2 എണ്ണ മാങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മാങ്ങ കഷ്ണം കേട്ടോ ഒന്ന് വച്ചേക്കണേ എന്നിങ്ങനെ പറയും അമ്മ. ആ എണ്ണ മാങ്ങ ഞങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാനും ഊണ് കഴിക്കാനും പുറമെ ജോലിക്കാർക്കൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. ഉപ്പിലിട്ടതിൻ്റെ സ്ഥാനം. ഞാൻ ഇന്ന് ആ എണ്ണ മാങ്ങയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിന് നാട്ടുമാങ്ങന്നെ വേണമെന്നില്ല കേട്ടോ. മൂവാണ്ട മാങ്ങ മൂത്തതാണെങ്കിൽ പഴുക്കരുത്. മൂത്ത മൂവാണ്ട മാങ്ങയാണെങ്കിൽ തൊലി ചെത്തിയിട്ടിട്ട് അത്രയും നന്നായിരിക്കും. ചെത്തില്ല വെച്ചാൽ അബദ്ധമൊന്നുമില്ല. നാട്ടുമാങ്ങയാണെങ്കിൽ സംശയിക്കേണ്ട, തൊലി ചെത്തണ്ട. തൊലിയും കൂടി ചെത്തണ്ട. എളുപ്പത്തിൽ കഴിയും പരിപാടി. അങ്ങനെ ഉണക്കി എണ്ണയിലും മുളകിലും എല്ലാം ഇട്ട് ചേർത്തിട്ടുള്ള ആ എണ്ണ മാങ്ങ ഞാനിന്ന് ഉണ്ടാക്കി. 2-3 ദിവസമായില്ലോ വെയിലത്ത് വയ്ക്കണേ. ഇന്ന് കൂട്ടി വെച്ചിട്ട് ഇതാ കണ്ടോളൂ ഞാൻ ഉണ്ടാക്കിയ എണ്ണ മാങ്ങ. ഈ ആഴ്ച എൻ്റെ പാചകം എണ്ണ മാങ്ങ. ഈ എണ്ണമാങ്ങയുടെ അതിൽ 2 തേങ്ങാപ്പൂള് ഞാനൊരു ഇതിന് വേണ്ടി അങ്ങോട്ട് വച്ചേക്കണതാണ്. ചുമ്മാ ഈ പാത്രത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭംഗിയാവുകയാണെന്ന് വെച്ചാൽ ആ എണ്ണമാങ്ങയുടെ നിറത്തിന് ഒരു എടുപ്പ് വരണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വെള്ള നിറമായിക്കോട്ടെ വെച്ചിട്ട് ഒരു 4 തേങ്ങാപ്പൂള് വട്ടത്തിലങ്ങോട്ട് മുറിച്ചു, ഒരു വട്ടം പോലെ വെച്ചു, ഒരു 2 കറിവേപ്പിൻ്റെ തണ്ട് കൊടുത്ത് വെച്ചു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നുണ്ടാക്കിയ എണ്ണമാങ്ങ. നല്ല രുചിയുള്ളതാണിത്. മാത്രമല്ല ഇത് നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭരണിയിലാക്കി വെക്കണം. അല്ലെങ്കിൽ ഇപ്പൊക്കെ ധാരാളം സ്ഫടിക കുപ്പികൾ കിട്ടുമല്ലോ. അതിലാ വെള്ളം. പ്ലാസ്റ്റിക് പാടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുളിയും കാര്യങ്ങളും എല്ലൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക്കായിട്ട് കെമിക്കലായിട്ട് പാടില്ല. സ്ഫടിക പാത്രങ്ങൾ അടച്ച് ഭദ്രമായിട്ട് വെക്കണമെങ്കിൽ നല്ലത് ഭരണിയാണ്. എന്നിട്ട് വാക്കെട്ടി ഒട്ടിച്ച് ഇതൊക്കെ ഇട്ടിട്ട് വയ്ക്കാം. അതല്ലെങ്കിൽ നല്ലത് ഇപ്പോഴത്തെ കുടുംബത്തിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാറുള്ളത് ഈ വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്ന ചെറിയ കുപ്പികൾ കിട്ടും. നല്ല അടപ്പുള്ള നല്ല ദൃഢടപ്പുള്ള കുപ്പികൾ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ചുള്ളത് ഒരു 3-4 കുപ്പികളിലാക്കിയിട്ട് അവിടെ സൂക്ഷിച്ചാൽ വയ്ക്കും. ഒരു ടേപ്പ് അതിൻ്റെ ചുറ്റും അങ്ങോട്ട് ഒട്ടിച്ചും വയ്ക്കും. അപ്പോൾ നല്ല എയർ ടൈറ്റായി ഒരു കുഴപ്പം വരില്ല. എത്ര നാൾ കഴിഞ്ഞാലും ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അതിൻ്റെ എണ്ണ അങ്ങനെ കിണത്ത് അടിയിൽ വരികയാണെങ്കിൽ ഇത്തിരി നേരം ഒന്ന് ചെരിച്ച് വയ്ക്കുക. എന്നിട്ട് അങ്ങോട്ട് കുപ്പി തുറക്കൊന്നും വേണ്ട, അങ്ങോട്ട് ഇളക്കിയിട്ട്. ഇതാണ് എണ്ണ മാങ്ങ. ഞാൻ ഈ ഉണ്ടാക്കിക്കുന്നത്. ഇത് നാട്ടുമാങ്ങ ആയതുകൊണ്ട് ഞാൻ തൊലി ചെത്തിയിട്ടില്ല കേട്ടോ. മാങ്ങ, ഉപ്പ്, മുളക്, പിന്നെ കുറച്ച് കായം, കുറച്ച് ഉലുവ. ഇപ്പോഴത്തെ എളുപ്പത്തിന് ഞാനിതിൽ ചെയ്തേക്കണ പരിപാടി എന്താണ്? മുളക് വറുക്കാനും പഠിക്കാനൊന്നും പോയില്ല. എണ്ണയും അടുപ്പത്ത് വെച്ചു. ചൂടായപ്പോൾ കുറച്ച് അച്ചാറിട്ടേയും കൂടെ ഇട്ടു. മാങ്ങ ഇതിലിട്ട് അങ്ങനെ ഇളക്കി. ഇതും കൂട്ടാം, കുഴപ്പമൊന്നും. എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കിയിട്ടുള്ളവർക്കാണെങ്കിൽ ഒന്നുമില്ല, ഒരു പുതുമയില്ല. എണ്ണ മാങ്ങ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു 10 മാങ്ങ എന്നെങ്കിലും മേടിച്ച് ഇത്തിരി എണ്ണ മാങ്ങ ഉണ്ടാക്കും. നോക്കാലോ ഒന്ന് സ്വാദ്. നല്ല സ്വാദാണ്.